തോമസ് വന്നേ മോനെ, ദേശത്തെല്ലായിടത്തും ക്ഷാമം, പക്ഷെ ഒരിടത്ത് ധാന്യമുണ്ടെന്ന് കേൾക്കുന്നു. ദേശത്തെല്ലായിടത്തും ക്ഷാമം, പക്ഷേ ഒരിടത്ത് ധാന്യമുണ്ട്. യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പരസ്പരം ഇല്ല ഇല്ല, പണ്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല, പണ്ട് വെളിപ്പാടുണ്ടായിരുന്നു ഇപ്പം ഇല്ല, പണ്ട് ശുശ്രൂഷ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല, പണ്ട് പ്രവചനം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല, ഇല്ല ഇല്ല എന്ന വല്ലായ്മയും ഇല്ലായ്മയും പറയാതെ എവിടെ ഉണ്ട് അവിടെ പോയി ധാന്യം കൊള്ളാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ഈജിപ്തിലേക്ക് വന്നു. നിൻ്റെ ഈജിപ്തിലേക്ക് ചിലർക്ക് വരേണ്ടി വരും. നിൻ്റെ കുടുംബക്കാർക്ക്, നിൻ്റെ പഴയ സ്നേഹിതർക്ക്, പഴയ പരിചയക്കാർക്ക് ആരെന്ന് ഇതുവരെ നീ ആരെന്ന് ഇതുവരെ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടേണ്ട സമയം ഇതാ. പക്ഷെ നീ നിൽക്കുന്നത് നിൻ്റെ നീതിയുടെ ഗ്രൗണ്ടിലല്ല, നീ നിൽക്കുന്നത് അവൻ്റെ നീതിയുടെ ഗ്രൗണ്ടിലാണ്. ഞാനത് ക്ഷമിച്ചു, ഞാൻ അവരോട് മറന്നു. അവർ വന്നു, അവരെ വയറ് നിറഞ്ഞു, അവരെ ചാക്ക് നിറഞ്ഞു. അവൻ സ്റ്റോർ ഹൗസ് തുറക്കാനായിട്ട് ഇങ്ങനെ താക്കോൽ എടുക്കുമ്പോൾ അവൻ്റെ കൈ നിറയെ ഭയങ്കര സ്കാറ്, ഭയങ്കര പാടുകളായിരുന്നു. വലിയ ആഴത്തിലുള്ള മുറിവിൻ്റെ പാടായിരുന്നു. ജോസഫേ ഇതെങ്ങനെയാടാ ഈ മുറിവുണ്ടായത്? എങ്ങനെയാ മുറിവുണ്ടായ? പറ. താക്കോൽ പിടിക്കുന്ന നിൻ്റെ കയ്യിൽ എങ്ങനെയാ ഈ മുറിവുണ്ടായത്? ഇന്ന് ഈ അധികാരത്തിൻ്റെ താക്കോൽ പിടിക്കുന്ന നിൻ്റെ കയ്യിൽ എങ്ങനെയാ ഈ മുറിവുണ്ടായത്? അതെ, പണ്ട് ഞാൻ ജയിലിലായിരുന്നേ. പണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ചങ്ങല ഉണ്ടായിരുന്നു. ആ ചങ്ങലയെ മുറിച്ചെടുത്തപ്പോൾ ഉണ്ടായ മുറിവുകളാണ്. ഞാൻ പറയട്ടെ, ചിലർ ജീവിക്കുന്നത് മുറിവുകളിലാണ്. കർത്താവ് അത് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്. ആ മുറിവുകൾ സൗഖ്യമാകുമ്പോൾ പിന്നെ അത് സ്കാറുകളാകും, പിന്നെ അത് പാടുകളാകും. മുറിവിലല്ല നീ ജീവിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയും, മുറിവുകളിലല്ല നീ ജീവിക്കേണ്ടത്. നീ മുറിഞ്ഞത് മതി. മറ്റുള്ളവർ മുറിച്ചു നോ, നീ മുറിവിലല്ല ജീവിക്കേണ്ടത്. നീ മുറിഞ്ഞത് മതി. ആ മുറിവിൻ്റെ പാടുകളെല്ലാം നാളെ നിന്റെ സാക്ഷ്യമാകാൻ വേണ്ടി പോകുകയാണ്.